നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബെൻഷ ടീച്ചറെ സ്നേഹപൂർവ്വം മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും പറഞ്ഞ ഓരോ വാക്കുകൾക്കും നന്ദി. ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനത്തിനു ശേഷം ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങേണ്ട സമയമായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്നേഹവും നന്ദിയും കടപ്പാടും അഭിമാനവും വേദനയും ഒരുപോലെ നിറഞ്ഞ ഒരു മനസ്സോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. സാധാരണയായിട്ട് ഞാനിങ്ങനെ വല്ലാതെ എഴുതിയൊന്നും വരാറില്ല. പക്ഷേ ഇന്നലെ എനിക്ക് തോന്നി ഒന്നും എനിക്ക് പറയാൻ കിട്ടില്ല, ഇതെങ്കിലും ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതി വന്നത്. ദാറുൽ ഹിദായ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നത് എൻ്റെ ഒരു ജോലി സ്ഥലം മാത്രമായിരുന്നില്ല, അതെനിക്ക് എല്ലാമായിരുന്നു. കഴിഞ്ഞ 25 വർഷങ്ങൾ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച ഒരു ഇടം കൂടിയാണ് ഇവിടെ. പിന്നോട്ട് നോക്കുമ്പോൾ എൻ്റെ സർവീസ് കാലഘട്ടം നോക്കുകയാണെങ്കിൽ അത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം പിടിക്കും, അതാരും ഒന്നും വിചാരിക്കരുത്. 2 കാറ്റഗറിയാണ്. ആദ്യം ഞാനിവിടെ ജോയിൻ ചെയ്തത് ബോട്ടണി ടീച്ചർ, അതിനു മുമ്പ് ഉസ്താദ് പറഞ്ഞ പോലെ കണ്ടനകത്ത് പ്രിൻസിപ്പാളായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നു. 1998 ബോട്ടണി ടീച്ചറായിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അന്ന് ഞാൻ കുട്ടികളിൽ എത്രമാത്രം അടുത്ത് ഇടപഴകി, എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന ആത്മസംതൃപ്തി എനിക്ക് ഉണ്ട്. രണ്ടാമത് 2017 പ്രിൻസിപ്പാളായി. അതൊരു വല്ലാത്ത കാലഘട്ടമാണ്. 2017 പ്രിൻസിപ്പാളായപ്പോൾ ആ പ്രിൻസിപ്പൽ കസേരയിൽ ഇരിക്കുമ്പോൾ എനിക്ക് വൈവിധ്യമാർന്ന പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും എന്നെ തേടിയെത്തിയത്. ഇവിടെ എല്ലാം എനിക്ക് എന്നും വിലപ്പെട്ടത് എൻ്റെ ഈ വിദ്യാലയം എൻ്റെ മക്കളുമായിരുന്നു. എൻ്റെ മക്കളും എന്നോട് ചേർന്ന് നിന്ന അവരുടെ രക്ഷിതാക്കൾ, ഏതൊരു പ്രവർത്തനങ്ങളിലും നന്മയോടെ ഏറ്റെടുത്ത നാട്ടുകാർ, പൂക്കരത്തറക്കാർ, ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിലൊക്കെ എല്ലാവരും എനിക്കായി തന്ന, എന്നോട് കാണിച്ച സപ്പോർട്ട്, അതേപോലെ തന്നെ നിങ്ങളൊക്കെ തന്ന എനർജിയാണ് ഇന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. ഈ 25 വർഷങ്ങളിൽ ഞാൻ നിങ്ങളിലേക്ക് അടുക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എത്രമാത്രം എന്നെ ഉൾക്കൊണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്താൻ രൂപപ്പെടുത്തിയതിൽ നമ്മുടെ മാനേജ്മെൻറ്റിനുള്ള പങ്ക് വളരെ വലുതാണ്. ഇവിടെ നിൽക്കുമ്പോൾ മറക്കാനാവാത്ത ഒരുപാട് മുഖങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. 1995 ഉസ്താദ് പറഞ്ഞ പോലെ ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ, കണ്ടനകത്ത് ജോയിൻ ചെയ്തപ്പോൾ ആദ്യമായി ഞാൻ കണ്ടുകിട്ടിയ മുഖമാണ്. വലിയ പണ്ഡിതനാണെന്ന് പി ഉസ്താദ് എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംസാരം തന്നെ വളരെ രസമായിരുന്നു. മർഹൂം KV ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ എപ്പോഴും പി ഉസ്താദിൻ്റെ ബാക്കിൽ ഒരു ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ദിവാൻ കോട്ട് ഉണ്ടായിരുന്നു, അവിടെയാണ് അദ്ദേഹം ഉണ്ടാവാറ്. അപ്പം എൻ്റെ അടുത്ത് പറയും, ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ വേണം പ്രവർത്തിക്കാൻ എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി പ്രാർത്ഥനകളുടെ ഫലമായിരിക്കാം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ തുടക്കം മുതൽ ഇന്നീ ദിവസം വരെ ഒരു സഹോദര സ്നേഹം തന്ന്
കൂടെ നിന്ന വ്യക്തിയാണ് എൻ്റെ പ്രിയപ്പെട്ട പി വി ഉസ്താദ്. ശാസനകളിൽ പോലും സ്നേഹവും ബന്ധവും കാത്തു സൂക്ഷിക്കാൻ ഒരാൾക്ക് കഴിയുക എന്നുള്ളത് വലിയ മനസ്സുകൾക്ക് മാത്രം കഴിയുന്ന ഒന്നാണ്. ഇന്ന് ഇവിടെ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉസ്താദിൻ്റെ ദീർഘവീക്ഷണത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഉസ്താദിനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ജുബിനെയും പിന്നെ എൻ്റെ ജുബിനെയും എൻ്റെ ഹഫ്സ് വന്നിട്ട് പറഞ്ഞു, തട്ടം ശരിയായിട്ടില്ല, ഉസ്താദ് ഇനി എന്തെങ്കിലും പറയും ടീച്ചറെന്ന് പറഞ്ഞിട്ട് എന്നെ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് തട്ടൊക്കെ ഒന്നും കൂടി ശരിയാക്കി തന്നു. ഇപ്പോഴും അത് ശരിയായിട്ടില്ല. അതാണ് ഞാൻ ഉസ്താദും തമ്മിലുള്ള വലിയൊരു തല്ല്. എൻ്റെ അടുത്ത് പറയും, ഇവിടെ വലിയ മുസ്ലിയാക്കന്മാരൊക്കെ വരും, നീ ഒന്ന് ആ തട്ടൊന്ന് കൃത്യമായിട്ടിട്ട് ഇവിടെ വരണം എന്ന് പറയും. പക്ഷെ ഉസ്താദിനെ കാണുമ്പോൾ ഞാൻ ഇന്ന് അവർ പറഞ്ഞത് ബ്ലാക്ക് ഇടണ്ടെന്നുള്ളത്. ഇതൊരു കുടുംബ സദസ്സാണ്, അതുകൊണ്ടാണ്, എനിക്ക് ആരും ഇവിടെ പുറത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. എനിക്കിങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയില്ല, സംസാരിക്കാനേ അറിയുള്ളൂ. ഉസ്താദ് അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എനിക്ക് തന്ന സ്നേഹത്തിനും എനിക്ക് തന്ന സ്ഥാനത്തിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പിതൃതുല്യനായ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുൻ മാനേജർ മർഹൂം KV മുഹമ്മദ് ഹാജി ഐലക്കാട്, ഈ അവസരത്തിൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ KSK തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ലാളിത്യം മനുഷ്യനെ വല്ലാതെ മഹാനാക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ സ്നേഹവും ലാളിത്യവും എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പരിചയപ്പെടാനും അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇന്ന് ഇബ്രാഹിം മുദൂർ സാർ ഇവിടെ എത്തിയിട്ടില്ല. ഈ ഓരോ അക്കാഡമിക് വിഷയങ്ങളിലും ഒഫീഷ്യൽ കാര്യങ്ങളിലും എന്നെ ഒരുപാട് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. സ്നേഹത്തോടെ അദ്ദേഹത്തെ ഇവിടെ ഓർക്കുകയാണ്. കൂടാതെ ഇവിടെ ട്രഷററായിട്ടുണ്ട്, PTMO ട്രഷറർ ജനാബ് CP ബാവ ഹാജി അവർകൾ, അദ്ദേഹം പോയി, നന്ദി അറിയിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് അലിയാസ് മുസ്തഫ എൻ്റെ ഒരു സുഹൃത്താണ്, പഴയകാല സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ദാറുൽ-ഹിദായയുടെ തുടക്കത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നിവിടെ വന്നതിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, സന്തോഷം. ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ MP അബ്ദുസമദ് സമദാനി അവർകൾ, കൂടാതെ സുനീർക്ക, എൻ്റെ ഷായിനയുടെ സുനീർക്ക എൻ്റെ നാട്ടുകാരനും കൂടിയാണ്. അദ്ദേഹം ഇന്ന് രാവിലെയാണ് ഷായിനയുടെ കൂടെ ഇവിടെ എത്തിയത്. അദ്ദേഹം ഈ രണ്ടുപേരും തന്നെ ഈ ഒരു വേദി ധന്യമാക്കി, സന്തോഷം അറിയിക്കുകയാണ്. മാനേജ്മെൻറ്റിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കുറേ മുഖങ്ങൾ കൂടിയുണ്ട്. എന്നെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള അലിക്കുട്ടി മാഷ്, അദ്ദേഹം ഇന്ന് നമ്മളോട് കൂടെയില്ല. കൂടാതെ റഹ്മാൻ മാഷ്, ബുഷ ടീച്ചറുടെ വാപ്പ, ഇവരൊക്കെ അന്ന് എനിക്ക് ഒരുപാട് സഹായമായിട്ട്, ഒന്നും അറിയാതെ ഉമ്മയുടെ കൂടെ വന്നിട്ട് ഉസ്താദിൻ്റെ നിർബന്ധത്തിൽ, പ്രത്യേകിച്ച് അമീദ് മാഷിൻ്റെയൊക്കെ നിർബന്ധത്തിൽ അങ്ങനെ കയറിയതാണ്. അപ്പം ഞാൻ പറയുന്ന ചില ഡിമാൻഡുകളൊന്നും PV ഉസ്താദ് സമ്മതിക്കില്ല. അപ്പോൾ അലിക്കുട്ടി മാഷ് പറയും, റഹ്മാൻ മാഷ് പറയും, ഓക്കെ, അത് ഉസ്താദിനോട് അങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അന്ന് എങ്ങനെ പറഞ്ഞാണ് ഞാനിവിടെ എത്തിയത്. കൂടാതെ ഉസ്താദിൻ്റെ റൂമിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന PA മൗലവി, അദ്ദേഹം ഇന്നിവിടെ ഇല്ല, അസുഖമാണ്, അറിയാം. പ്രാർത്ഥനകളിൽ എപ്പോഴും എല്ലാവരും ഉണ്ടായിരിക്കും. ഞാൻ ഈ വിദ്യാലയത്തിൽ വന്ന അന്ന് മുതൽ ഒരു PTA എക്സിക്യൂട്ടീവ് അംഗമാണ്. എന്നെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിടും എല്ലാവരും കൂടിയിട്ട്. പക്ഷേ 2017 പ്രിൻസിപ്പാൾ ആയതിന് ശേഷം മാറി മാറി വന്ന PTA എന്നോട് അത്രമാത്രം അടുത്ത് നിന്നിട്ടുണ്ട്. അവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ഭീകര അവസ്ഥ ഉള്ള ഒരു സ്ഥലമായിരുന്നു. പോലീസ് സ്റ്റേഷനിലൊക്കെ മക്കളുടെ ഓരോ പ്രശ്നങ്ങളുമായിട്ട് പോയാൽ
10-11 മണി വരെയൊക്കെ ഈ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും ടീച്ചേഴ്സും എൻ്റെ കൂടെ ഉണ്ടാവും. പേരെടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ പലരും അതിൽ വിട്ടുപോകുന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഒന്നും പേര് പറയാത്തത്. അത്രമാത്രം സ്നേഹവും കടപ്പാടും എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും ഉണ്ട്. എനിക്ക് എന്താ പറയുകയെന്നറിയില്ല. കാരണം ഓരോ പ്രശ്നങ്ങൾ അറിയാം, ഓരോ പ്രശ്നങ്ങൾ സ്കൂളിലുള്ള കുട്ടികളുമായും അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ എന്നെ സഹായിച്ച ഓരോ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഇവിടെ ദേവിയുണ്ട്, ലേസ് വന്നു പോയി, ഇങ്ങനെ ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ കരിയറിൻ്റെ ആദ്യ പ്രിൻസിപ്പാൾ സാദുള്ള സാറായിരുന്നു. സാറിൻ്റെ പിൻഗാമിയായിട്ട് വന്ന എനിക്ക് മലപ്പുറം ജില്ലയിൽ എവിടെ ഒരു പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പറയും അത് സാദുള്ള സാറിൻ്റെ സ്കൂളല്ലേ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു. സാറിനെ ഇവിടെ കാണാനില്ല, സ്നേഹം അറിയിക്കുന്നു. പിന്നെ നമ്മുടെ അമിത് സാറ്, ഈ വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗമാകാൻ തന്നെ അമിത് സാറ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. ഉമ്മ അമിത് സാറിനോട് പറയും, ഇവളിവിടെ വെറുതെ ഇരിക്കുകയാണ്, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് ചേർക്കുമെന്ന് പറയും. അങ്ങനെയാണ് അമിത് സാറും ഉമ്മയും കൂടി എന്നെ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് 95. എന്നും എനിക്കൊരു സപ്പോർട്ടായിരുന്നു അമിത് സാർ. കൂടാതെ ഹൈദ്രു സാറ് എല്ലാ കാര്യങ്ങൾക്കും ഉസ്താദിനോടുള്ള ഏത് ഉസ്താദിനായിട്ട് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഹൈദ്രു സാറിനോട് പറയും, ഒന്ന് ശരിയാക്കി തരുമോ. പ്രശ്നങ്ങളെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അമിത് സാറിന് ഉസ്താദിനായിട്ട് ശരിക്കും നിൽക്കാനറിയാം. ഭയങ്കരമായിട്ട് സാറിനൊരു ഭയങ്കര ടാക്റ്റിക്കാണ്. ഉസ്താദ് പറഞ്ഞല്ലോ, ഭയങ്കര ടാക്റ്റിക്കാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവും, ഞങ്ങൾ സംസാരിക്കും, ഉസ്താദ് ചീത്ത പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞയക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അമിത് സാറ് ഞാൻ അറിയാതെ പോവും. എന്നിട്ട് എന്നിട്ട് അതൊക്കെ പിന്നെ ഉസ്താദാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന്. ഉസ്താദ് ഞാൻ അറിയാതെ ഉസ്താദിന് അമിത് സാറ് പോവും. ഹയർ സെക്കൻഡറിയിലുള്ള ടീച്ചേഴ്സിൻ്റെ എന്നും കംപ്ലൈൻ്റാണ്, ബെൻഷ ടീച്ചറെ കൊണ്ട് ഒന്നിനും പറ്റില്ല, എല്ലാം അമിത് സാറ് നേടിയെടുക്കും എന്ന് പറയും. അതൊരു സത്യമാണ്. പിന്നീടാണ് അമിത് സാറിൻ്റെ റിട്ടയർമെൻറ്റിനാണ് ഉസ്താദ് പറഞ്ഞത്, ഹമീദ് പിന്നെ ബെൻഷില്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ ഭയങ്കര എടുക്കാനാണ് അങ്ങനെ പറയുന്നതാണ്. അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഹയർ സെക്കൻഡറിക്കാർക്ക് ഒരു തീരുമാനമായി, ഇനി ഈ ടീച്ചറോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന്. എന്നാലും എൻ്റെ ഉസ്താദ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ എല്ലാവരും ഡ്രീമായിട്ടുള്ള റോഡ്, പിന്നെ കുറച്ച് കമ്പ്യൂട്ടറൊക്കെ മൂപ്പര് ഓഫർ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ഞാൻ വേദിയിൽ നിന്നിട്ടാണ് പറയണേ. പിന്നെ റിട്ടയർ ചെയ്ത അധ്യാപകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ UAG അശോക മാഷ്, സഗീർ സാറ്, VH, മായ ടീച്ചറ്, പിന്നെ ആരും ഞാൻ കാണുന്നില്ല, സന്തോഷം അറിയിക്കുന്നു. പിന്നെ കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ കൂടിയ ആളാണ് സലാം സാറ്. നല്ല രസമാണ് മൂപ്പരുടെ കാര്യം. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒന്നിച്ച് യാത്ര തുടങ്ങിയതാണ്. ഏതു കാര്യത്തിലും പിന്തുണയ്ക്കുന്ന ഒരു സഹോദരൻ, വേറെ വാക്കില്ല അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയാൻ. പിന്നെ ഹയർ സെക്കൻഡറിയിൽ പറയുകയാണെങ്കിൽ റഷീദ് സാറ്, എൻ്റെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ ഷറഫുവിൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്. ഞാൻ 2017 ജോയിൻ ചെയ്ത അന്ന് മുതൽ എൻ്റെ കൂടെ നിന്ന സ്റ്റാഫ് സെക്രട്ടറിമാർ, ഇപ്പോൾ മൊയ്തീൻകുട്ടി സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ സ്വന്തം ജലീൽ സാറ്, പിന്നെ എൻ്റെ നോൺ ടീച്ചിങ് സ്റ്റാഫ് സിദ്ധി, സുലൈമാൻ, എൻ്റെ ഓഫീസിലിരുന്ന് എൻ്റെ എല്ലാ ടെൻഷൻസും കാണുന്ന അവർ 3 പേരുമാണ്. ഓരോ സ്റ്റാഫ് മീറ്റിങ്ങും തുടങ്ങുന്ന സമയത്ത് ഇവരെന്നെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കും, പോയിക്കോളൂ, ഒന്നും സംഭവിക്കില്ല, ഏറ്റവും നന്നായിട്ട് തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ 3 ആളും എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കും സ്റ്റാഫ് മീറ്റിങ്ങിൽ. ഒരു രസമായിരുന്നു ആ കാലങ്ങളൊക്കെ. എൻ്റെ ഇത്രയും നല്ലൊരു വേദി ഞങ്ങൾക്കായിട്ട് ഒരുക്കി തന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്
എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ കൂടെ നിന്നവരാണ് അവരെല്ലാവരും തന്നെ. എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ സഹിച്ചിട്ടുണ്ടെന്ന് വരെ എനിക്ക് പറയാം. കാരണം എൻ്റെ മുമ്പിൽ മക്കൾ മാത്രമേ ഉള്ളൂ, അതല്ലാതെ ടീച്ചേഴ്സ് ഇല്ല. അപ്പം പലപ്പോഴും ബുദ്ധിമുട്ടുള്ള വകുക്ക് വരെ ഞാൻ പറഞ്ഞാലും പിന്നെ ഗതികെട്ട് അവിടെ ഇരുന്നിട്ട് സ്റ്റാഫ് റൂമിൽ അവർ വന്ന് പറഞ്ഞാലും എൻ്റെ അടുത്ത് ഒന്നും പറയാറില്ല. അതെന്നോടുള്ള പ്രിൻസിപ്പൾ എന്നതിനപ്പുറം ഞാനൊരു ഒരു ഭയങ്കര ഒരു സ്മാർട്ട് പ്രിൻസിപ്പളായിട്ടൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ആകാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷെ അവരെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിച്ച് ഞാൻ എന്ന വ്യക്തിയോട് അവർക്ക് എപ്പോഴും സ്നേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏട്ടി എപ്പോഴും പറയും, അബ്ബാസ് എപ്പോഴും പറയും, ബെൻഷ ടീച്ചർ ഇതൊന്നും നിങ്ങളുടെ കഴിവൊന്നുമല്ല, ഇതൊക്കെ ഞങ്ങളുടെ കഴിവാണ്, ഈ സ്റ്റാഫ് റൂമിലിരിക്കുന്ന കഴിവിലാണ് നിങ്ങളിവിടെ നിൽക്കണത് എന്ന് ഏട്ടി എപ്പോഴും പറയും. അതൊരു സത്യമാണ്. ഞാൻ എന്ത് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇനിയും ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തു. ഇനിയോ നമ്മൾ മുന്നോട്ട് ഇനി നമ്മുടെ വിദ്യാലയത്തെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. എനിക്ക് കബീർ സാർ ഇങ്ങനെ നാഷണൽ ആൻഡ് പിന്നെ അതുപോലെ സ്റ്റേറ്റ് വിന്നേഴ്സിനെ മാത്രമേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൂ. അതല്ലാത്ത ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ജില്ലയിലൊക്കെ എത്തിയ ഒരുപാട് മക്കൾ ഞങ്ങൾക്കുണ്ട്. ഒരുപാട് കഴിവുള്ള മക്കളാണ് ഇവിടെ മുഴുവൻ വന്നിട്ടുള്ളത്. KG ഗീത ടീച്ചർ പറഞ്ഞു, കൊറോണയ്ക്ക് ശേഷം ഉള്ള കുട്ടികൾ ഒരുപാട് മാറ്റമുണ്ട് എന്നൊക്കെ ഗീത പറയണ്ടായി. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കങ്ങനെ പറയാൻ കഴിയില്ല, എനിക്കങ്ങനെ കാണാനും കഴിയില്ല. എനിക്കങ്ങനെ മക്കളെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്കൂളിലേക്ക് വരാൻ കഴിയില്ല, അവർക്ക് ക്ലാസ് എടുക്കാനും കഴിയില്ല. അപ്പം കൊറോണ ഞാനൊരു കാലമായിട്ട് തീരെ അംഗീകരിച്ചിട്ടില്ല. എൻ്റെ കുട്ടികൾ എന്നും എനിക്ക് പ്രതീക്ഷ നൽകുന്ന കുട്ടികളാണ്, ഒരുപാട് കുട്ടികൾ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. അങ്ങനെ പ്രതീക്ഷിച്ചെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ സഹപ്രവർത്തകർ ഈ ഒരു പ്രോഗ്രാമിന് സാഫല്യം എന്ന് പേരിട്ടത് എനിക്ക് വളരെ സന്തോഷമായി. കാരണം എനിക്ക് പിന്നോട്ട് നോക്കുമ്പോൾ എൻ്റെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെ കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് ചിലപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിരുന്നു വരില്ല. പക്ഷേ ഇവിടെ ഒരു നിമിഷം പോലും എൻ്റെ മക്കളെ കാര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതേ എനിക്ക് പറ്റുള്ളൂ, ഇതിനപ്പുറം ബെൻഷയ്ക്ക് ഒന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ജന്മം ഒരു തരത്തിൽ സാഫല്യം നിറഞ്ഞത് തന്നെയെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അത് ഏത് വഴിയാണെന്നൊന്നും എനിക്കറിയില്ല. ഏത് വഴിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്ക് സന്തോഷമാണ് എൻ്റെ മക്കളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ. എൻ്റെ ജീവിതയാത്രയിൽ ഒരു പാതി വഴിയായപ്പോൾ എന്നെയും ഇത്താനെയും ഷാജുവിനെയും വിട്ടിട്ട് ഉമ്മയും ഉപ്പയും പോയി. ഓരോ പ്രയാസമേറിയ കാലഘട്ടത്തിലും ഞാൻ പതറാതിരുന്നത് എന്നെ ഒരിക്കൽ പോലും ഒറ്റപ്പെടുത്തിയിട്ടില്ലാത്ത എൻ്റെ ഇത്തയും ഷാജുവാണ്. അവരുടെ മക്കളും അവരെൻ്റെ മുത്തു, ഐഷ, സാറ, ഷാക്കു ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഉമ്മയും ഉപ്പയൊന്നും ഇല്ലാത്ത കാരണം എന്നും എന്നെ പ്രാർത്ഥനകളിലൂടെ എന്നെ നിശബ്ദമായി പിന്തുണയ്ക്കുന്ന എൻ്റെ ഇഞ്ഞമാരെന്നാണ് അറിയാം, ഉമ്മാടെ അനിയത്തിമാരെ ഞാൻ അങ്ങനെ വിളിക്കാറ്. 2 ഇഞ്ഞമാരോടെ എത്തിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുപ്പുണ്ട് ഇവിടെ. ഏതൊരു കാലഘട്ടത്തിലും അദ്ദേഹം എന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. വീട്ടിലത്തെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ ഒട്ടും വിഷമിപ്പിക്കാതെ ഉസ്താദ് പറഞ്ഞ പോലെ ചിലപ്പോൾ വൈകിട്ടൊക്കെ വന്നാൽ, വല്ലാതെ വൈകി വന്നാൽ ഒന്ന് ചീത്ത അറിയോ സുർഗ. പിന്നെ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഞാൻ അറിയില്ല. കാരണം ഇവിടെ തന്നെ എനിക്ക് എടുക്കാനും പുതയ്ക്കാനുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം വീട്ടിലത്തെ ഒരു പ്രശ്നവും ഞാൻ അറിയാറില്ല.
അങ്ങനെയാണ് എന്നെ അസുർക്ക നോക്കിയിട്ടുള്ളത്. അസുർക്ക ഇവിടെ ഉണ്ട്, പൊന്നു ഹിബ, പിന്നെ എൻ്റെ ദോഷ്മി ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ ഏറ്റവും നന്നായി നോക്കിയ ആളാണ് ദോഷ്മി. പിന്നെ എൻ്റെ ഷക്കീലത്തുണ്ട് ഇവിടെ, കുഞ്ഞുമ്മമാരുടെ മക്കളുണ്ട്. എല്ലാവരും എനിക്ക് എന്നും ഏത് പ്രശ്നത്തിലും അവരെൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ഓരോ സഹായം ചോദിച്ച്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഓരോ സഹായം ചോദിച്ച് ഇവരുടെയൊക്കെ മക്കളെ ഞാൻ വിളിക്കുമ്പോൾ ഒരിക്കലും എന്നോട് ഒന്നും പറയാതെ തന്നെ, താത്ത ഞങ്ങൾ പൈസ അയച്ച് തരാം, താത്ത ഇങ്ങനെയൊന്നും പറയണ്ട, ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ പൈസ അയച്ചു തരാമെന്ന് പറയും. എൻ്റെ ബ്രദർ ഇൻ ലോ ഇവിടെ വന്നിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ മാൻക വന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. താങ്ക് യു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അസർ സാറുണ്ട്, പിന്നെ ഗഫൂർ സാറുണ്ട്, വില്ലിങ്ടൺ സാറുണ്ട്. സന്തോഷം വന്നതിൽ. എൻ്റെ കൂടെ റിട്ടയർ ചെയ്യുന്ന ഗീത ടീച്ചർ, എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ ആ സ്റ്റാഫ് മീറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ ടെൻഷനായിട്ട് വന്നിട്ട് മൂപ്പര് ഉടനെ എൻ്റെ പിന്നാലെ വരും. എന്നിട്ടൊരു കെട്ടിപ്പിടിയാണ്. പിന്നെ അതോടുകൂടി എൻ്റെ ടെൻഷൻ മാറി. ഗീത ടീച്ചറുടെ കൃഷ്ണപ്രിയ, എൻ്റെ കുട്ടി ഇവിടെ, അവളില്ലേ ഇവിടെ? 8ാം ക്ലാസ് മുതലേ അവളെ എനിക്ക് അറിയാം. അമ്മയുടെ ഓരോ കാര്യത്തിലും അവളോടാണ് ഞാൻ ഗീതയുടെ കാര്യങ്ങളൊക്കെ പറയാറ്. പിന്നെ കുട്ടൻ്റെ ഭാര്യ വിഷ്ണു, ഉണ്ണിമായ, എല്ലാവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. സന്തോഷം എൻ്റെ മക്കൾ വന്നതിൽ. പിന്നെ എൻ്റെ ഷൈജയുടെ സൽമാൻ, സാലിം സാറിൻ്റെ ക്ലാസ്സിലാണ് എൻ്റെ സൽമാനും പൊന്നും പിന്നെ ഗായത്രി, നേരത്തെ സംസാരിച്ച ഗായത്രിയും പഠിച്ചിരുന്നത്. ഒരു പരീക്ഷ കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ സാലിം എൻ്റെ അടുത്ത് പറയും, എൻ്റെ ബെൻഷ് ടീച്ചർ ഇതെന്താണ് പൊന്നു ഇങ്ങനെ ഒരക്ഷരം പഠിക്കില്ല എന്ന് പറയും. സൽമാൻ എങ്ങനെയാണ്, നല്ല കുട്ടിയാണ് എൻ്റെ കുട്ടി. എന്നും എനിക്ക് അവൻ IIT-യിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷം, ഷൈജനേക്കാളും സന്തോഷം എനിക്കായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പിന്നെ അതൊക്കെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു നിങ്ങളെക്കുറിച്ചിട്ടൊക്കെ. പിന്നെ ഷംസുക്ക് ഇവിടെ ഉണ്ട്, സന്തോഷം. ഡോക്ടർ റാഹില, ഷൈജയുടെ മോള് ഇവിടെ ഉണ്ട്, കണ്ടതിൽ സന്തോഷം. പിന്നെ അജിത് ടീച്ചർ ഇവിടെ ഇല്ല. അജിത് ടീച്ചറുടെ ആബ്സെൻസിലും ഞാൻ പറയുകയാണ്, നല്ലൊരു ടീച്ചറാണ്. 2 മക്കളെയും ഞാൻ പഠിപ്പിച്ചതാണ്. ഒരാളെൻ്റെ ക്ലാസ്സിലായിരുന്നു, ഒന്ന് സുനിയുടെ ക്ലാസ്സിലായിരുന്നു. 2 പേരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ്. പിന്നെ ശ്രീലത ടീച്ചറുടെ അമ്മ ആരാണെന്ന് എനിക്ക് ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഒരു മോളുണ്ട്. സന്തോഷം, ഒരുപാട് സന്തോഷം കണ്ടതിൽ, സ്നേഹം അറിയിക്കുന്നു. പിന്നെ ശ്രീജയുടെ ഏട്ടൻ ഇവിടെ ഉണ്ട്. കൂടാതെ ശ്രീജയുടെ സുനി വന്നത് ഞാൻ കണ്ടു. സുനി, പിന്നെ സുനിയുടെ ഹസ്ബൻഡ് പേര് എനിക്കറിയില്ല. സന്തോഷം. ശ്രീജ ഞാനും 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചതാണ്. വളരെ എൻ്റെ അടുത്ത അയൽവാസിയാണ്. ഞങ്ങളെന്നും ഒന്നിച്ച് ഒരേ ബസ്സിൽ. ശ്രീജ എന്നും ഭയങ്കര സ്മാർട്ടായിരുന്നു. എന്നിട്ട് ഒരുപാട് വരയ്ക്കൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ശ്രീജ. പിന്നീട് ഒന്നിച്ച് ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വിദ്യാലയത്തിൻ്റെയും അടയാളപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ തന്നെയാണ്. നമ്മുടെ വിദ്യാലയത്തിലും അഭിമാനിക്കാവുന്ന ഒട്ടേറെ പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ, ഇപ്പം നിങ്ങൾ തന്നെ കണ്ടില്ലേ എത്ര കുട്ടികൾ, നിങ്ങൾ കാണാത്ത ഒരുപാട് കുട്ടികളും അത്രയും പ്രതിഭകളുണ്ട്. ഇതേപോലെ തന്നെ ഓരോ വർഷവും എൻ്റെ വിദ്യാലയത്തിൽ നിന്ന് പോകുന്ന ഒരുപാട് കുട്ടികൾ. ഇന്ന് എൻ്റെ ഇവിടെ NSS കുട്ടികളുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC, സൗഹൃദ ക്ലബ്ബ്, അങ്ങനെ
ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് എന്നെ വിളിക്കുകയാണ്, ഞങ്ങളും കൂടി വരട്ടെ, ഇവിടെയുള്ള മറ്റുള്ള കുട്ടികൾ വിളിക്കാം, ഞങ്ങളും കൂടി വരട്ടെ എന്ന് പറയുമ്പോൾ നോ പറയാൻ എനിക്ക് കഴിയില്ല അവരോടൊന്നും. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പ്രോഗ്രാം എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ എസ്കേപ്പ് ചെയ്യാണ് ചെയ്തത്. എന്നാലും ഞങ്ങൾ വരും എന്ന് പറഞ്ഞു. ഓക്കെ വന്നോളൂ എന്ന് പറഞ്ഞു. ഇതിൽ നോട്ടീസ് ഇവിടെ ഷമീറും ദാറുൽ ഹിദായയിലെ ഷമീറും പിന്നെ അതുപോലെ തന്നെ ഹുദവിയും ഇവിടെ നിൽക്കുന്നുണ്ട്. അവരെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഉസ്താദിൻ്റെ മൂഡ് ഞാൻ വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട് ഇപ്പോൾ, ഇന്ന് എനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഇന്ന് വരുമോ വേണ്ടെന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ട രണ്ടുപേർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എൻ്റെ ഫസ്ലു വന്ന് സംസാരിച്ചു പോയി, സ്നേഹം അറിയിക്കുന്നു. കൂടാതെ ഷെരീഫ് ഫൈസി ഇവിടെ ഉണ്ട്. സഹോദരതുല്യനായ അദ്ദേഹത്തോട് ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. PTA ഓരോ മെമ്പേഴ്സും ഇവിടെ ഉണ്ട്. ഞാൻ ആരും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കണു. അപ്പം പൂർവ്വ വിദ്യാർത്ഥികൾ, കഴിഞ്ഞു പോയ കുട്ടികളൊക്കെ എൻ്റെ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവർ വ്യക്തിപരമായും സംഘടന തലത്തിലും ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ വിദ്യാലയത്തിനായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഏതൊരു ആവശ്യം വന്നാലും ഞാൻ അവരെ വിളിക്കും. പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഉള്ള ആൾക്കാരെ വിളിച്ചിട്ട് പറയും എന്തെങ്കിലും ഈ കുട്ടിക്ക് സാമ്പത്തികമായി ഫീസ് കൊടുക്കാൻ, ഈവൻ ഫോർ ദെയർ ഹയർ സ്റ്റഡീസ് ഫീസ് കൊടുക്കാൻ ഒരു രക്ഷയില്ല, നീ എന്തെങ്കിലും എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്നെ ഇതുവരെ നോ പറഞ്ഞിട്ട് ആരും ഇരുന്നിട്ടില്ല. എനിക്ക് അവർ പൈസ അയച്ചു തരും. അത് എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അനീഷ് ഉണ്ട്. അനീഷ്, സന്തോഷം. ഒരുപാട് അനീഷിനെ കുറിച്ച് അനീഷും എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, നമ്മുടെ ഉസ്താദിൻ്റെ മരുമകനാണ്. ഓരോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ മാറ്റേഴ്സിലും അനീഷ് എന്നെ ഒരുപാട് തിരുവനന്തപുരത്ത് സഹായിച്ചിട്ടുണ്ട്, ഞാൻ മറക്കില്ല. അങ്ങനെ ഓരോ വിദ്യാർത്ഥികളും ഈ വിദ്യാലയത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൽ, അവർക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാക്കുന്നതിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മക്കൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓരോ മുഖങ്ങളും എൻ്റെ മുന്നിലൂടെ പോകുന്നുണ്ട്. ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇപ്പം ജലീൽ സാറിൻ്റെ കുട്ടികളാണ് ഈ മുന്നിലുള്ള നജീബിൻ്റെ പീഡിയയുടെ മുമ്പിലുള്ള കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ അപ്പുറം ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിയാസ്, അങ്ങനെ തുടങ്ങി എൻ്റെ മക്കൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇല്ല. ഓരോ മുഖങ്ങളെയും ഏറ്റവും സന്തോഷത്തോടെയും നന്ദിയോടെയും അഭിമാനത്തോടെയും ഞാൻ ഓർക്കുകയാണ്. ഈ ഒരു വേദിയിൽ ഞാൻ വീണ്ടും വീണ്ടും ആ സ്നേഹം ഓർക്കുന്നു. വല്ലാതെ നീണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ആഴം അറിയുന്നത് ക്ലാസ് റൂമുകളിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ക്ലാസ് റൂമിനപ്പുറത്തേക്കും ഈ ഒരു ബന്ധം മാറുമ്പോഴാണ് നമ്മൾ ഈ ഒരു അതിൻ്റെ എത്രമാത്രം ഡെപ്ത് ഉണ്ടെന്ന് ഞാൻ അറിയാറുള്ളത്. ഞാൻ നടക്കുന്ന ഓരോ വഴികളിലും, ഇപ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ച ആൾക്കാരൊക്കെ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ നടക്കുന്ന ഓരോ വഴികളിലും ഞാൻ നിങ്ങളെ ഓരോരുത്തരുടെ എടപ്പാളൊക്കെ എവിടെ പോവുകയാണെങ്കിലും ഞാൻ നിങ്ങളെ തിരയും. അതിനുമപ്പുറം നിങ്ങളുടെ പുഞ്ചിരിച്ച മുഖങ്ങൾ എന്നെ തേടിയെത്തും എന്ന അടങ്ങാത്ത പ്രതീക്ഷയിലാണ് ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങുന്നത്. എങ്ങനെ ആരോടൊക്കെ നന്ദി പറയണം എന്നൊന്നും എനിക്കറിയില്ല. ഓരോ സമയത്തും എന്നെ പിടിച്ചു ഉണർത്തിയ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന നാട്ടുകാരായി, എൻ്റെ കുട്ടികളായിട്ടും എൻ്റെ പ്രിയ സഹപ്രവർത്തകരായിട്ടും എല്ലാവരോടും ഈ നിമിഷത്തിൽ ഒഫീഷ്യലായിട്ട് ഞാൻ യാത്ര പറയുകയാണ്. നന്ദി. താങ്ക് യു.